നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൻ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഗർഭപാത്രത്തിനകത്തെ പാടയ്ക്ക് കട്ടി കൂടുന്ന ഒരവസ്ഥയും അതുകൊണ്ട് നമുക്ക് അമിതമായ രക്തസ്രാവം വരുന്ന അവസ്ഥയെപ്പറ്റിയും നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിന് നമ്മൾ പ്രതിവിധിയായിട്ട് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ആ പാടയ്ക്ക് കട്ടി കൂടുന്നത് എന്ന് നമ്മളൊരു ബയോപ്സി എടുത്ത് നോക്കണം. എങ്ങനെയാണ് ഈ ബയോപ്സി ചെയ്യുന്നത്? പണ്ടൊക്കെ എൻ്റെ അമ്മയുടെയൊക്കെ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അമ്മയ്ക്ക് DNC ഒക്കെ ചെയ്യാൻ കൊണ്ടുപോയപ്പോഴത്തേക്കും അമ്മ വളരെ പേടിച്ചാണ് കൊണ്ടുപോയത്. അപ്പോൾ അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ആ ഗർഭപാത്രത്തിൻ്റെ മുഖം ഒന്ന് വികസിപ്പിക്കും, ചെറിയ ദണ്ടുകൾ കൊണ്ട് ഒന്ന് വികസിപ്പിച്ചിട്ട് അതിനകത്തൂടെ ഒരു സാധനമാകത്ത് ഗർഭപാത്രത്തിനകത്ത് കയറ്റി ഗർഭപാത്രത്തിൻ്റെ പാടയൊക്കെ ചുരണ്ടിയെടുക്കും. അപ്പോൾ DNC എന്ന് പറയുമ്പോൾ ഇതാണ് നമുക്ക് മനസ്സിൽ വരുന്നത്. പക്ഷേ ഇപ്പോൾ കാലം മാറി. നമുക്ക് അന്ന് അനസ്തീസിയ ഒക്കെ കൊടുത്ത് ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ അനസ്തീസിയ കൊടുക്കാൻ പറ്റാത്ത വിധം പേഷ്യൻസ് ഉള്ള ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ അനസ്തീസിയ ഇല്ലാതെ തന്നെ ചെറിയൊരു ഉറക്കത്തിന് മരുന്ന് കൊടുത്തിട്ട് ചെയ്യുമായിരുന്നു. അത് ചിലപ്പോൾ രോഗികൾക്ക് അത് ഇഫക്റ്റീവ് ആകാതെ വരുമ്പോൾ അവർക്ക് വേദനയൊക്കെ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മളുടെ ഈ പേനയിലെ റീഫില്ലില്ലേ, ഏകദേശം അതിൻ്റെ സൈസ് അല്ലെങ്കിൽ ഒരു ഇത്രയും കൂടെ വലിപ്പം കാണുമായിരിക്കും, അത്രയുമുള്ള സൈസുള്ള കാനുല എന്ന് പറയുന്നൊരു കാര്യം നമുക്കുണ്ട്. അത് ആ പെൻസിലിൻ്റെ അല്ലെങ്കിൽ ഈ റീഫിലിൻ്റെ പോലെ തന്നെ നീണ്ടിരിക്കും. അത് ഗർഭപാത്രത്തിനകത്തേക്ക് സുഖമായി കടന്നു പോകും. അതിന് പ്രത്യേകിച്ച് നമുക്ക് വികസിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ സുഖപ്രസവമാണെങ്കിൽ നമുക്കത് ഒന്നും ചെയ്യാതെ തന്നെ അത് നമുക്ക് ഉള്ളിലേക്ക് കടത്താൻ പറ്റും. നമ്മൾ സിറിഞ്ചിൽ ബ്ലഡ് എടുക്കില്ലേ, അതുപോലെ ഒരു നെഗറ്റീവ് പ്രഷർ കൊണ്ട് ഒന്ന് പുറകിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ ഗർഭപാത്രത്തിൻ്റെ പാടയുടെ ഒരു സാമ്പിൾ നമുക്ക് കിട്ടും. എല്ലാം കൂടെ നോക്കിയാൽ ഒരു കിടത്താനും അത് ചെയ്യാനും എല്ലാം കൂടെ ഒരു 5 മിനിറ്റ് മാത്രം മതി. നമ്മളത് OPയിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെ നമ്മൾ കെയർ എടുക്കുമ്പോൾ നമ്മളത് മൈനർ തിയേറ്ററിലോ അല്ലെങ്കിൽ നമ്മുടെ ലേബർ റൂമിൻ്റെ സൈഡിലുള്ള ഒരു ബെഡിലോ കൊണ്ടുപോയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പേടിയാണ് ഇത് വേദന എടുക്കുമോ എന്ന്. സാധാരണഗതിയിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാറില്ല. നമ്മൾ 10ൽ 9 പേർക്കും അനസ്തീസിയ ഇല്ലാതെയാണ് ചെയ്യുന്നത്. അവരാരും തന്നെ വീണ്ടും ഒന്നുകൂടെ ചെയ്യേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് അനസ്തീസിയ വേണം എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു 10% പേരുണ്ട് വേദന ഒട്ടും സഹിക്കാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ നേരത്തെ സിസേറിയൻ ആയതുകൊണ്ട് അവരുടെ ഗർഭപാത്രത്തിൻ്റെ മുഖം വികസിക്കാതിരിക്കുന്നവർ, അതല്ലെങ്കിൽ മാസമുറ നിന്ന് പോയി ഒരുപാട് വർഷം, അതായത് ഒരു 60-65 വയസ്സായവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അവർക്കും നമ്മൾ ഉള്ളു വികസിക്കാനായിട്ടൊരു ഗുളിക വെച്ചിട്ട്, ബാക്കിയുള്ളവർക്കും അത് ചെയ്യാം. നമുക്ക് ഒരു നന്നായി തന്നെ വികസിച്ച ഒരെണ്ണത്തിൽ കൂടെ ഒരു വേദനയും എടുക്കാതെ ഇടണം എന്നുണ്ടെങ്കിൽ ഗുളിക വെച്ച് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗർഭപാത്രത്തിൻ്റെ മുഖം ഒന്ന് വികസിച്ച് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ ആ 3 കാറ്റഗറി, അതായത് മാസമുറ കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ സിസേറിയനിലൂടെയാണ് പ്രസവിച്ചത്, അതല്ലെങ്കിൽ വേദന ഒട്ടും സഹിക്കില്ല, നമ്മൾ വളരെ സെൻസിറ്റീവാണ് എന്നുള്ളവർക്ക് മാത്രമേ അനസ്തീസിയയുടെ ആവശ്യമുള്ളൂ. എന്താണ് അതിൻ്റെ ഒരു ഗുണം? ഒരു അനസ്തീസിയയ്ക്ക് വരുന്ന ഒരു അനസ്തീസിയ എപ്പോഴും ഒരു വരാമല്ലോ, ആ സേഫ് അനസ്തീസിയ ആണെങ്കിൽ പോലും. അപ്പോൾ അനസ്തീസിയ ഇല്ലാതെ ചെയ്യാൻ പറ്റും. പിന്നെ പൈസ ചിലവും വളരെ കുറവാണ്. ഓപ്പറേഷൻ തിയേറ്ററിലും കയറേണ്ട, അനസ്തീസിയ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കൊരു 7000 രൂപയ്ക്ക് അകത്ത് മാത്രമേ ആവുകയുള്ളൂ. അതും നമുക്ക് എന്തെങ്കിലും അകത്ത് നിക്ഷേപിക്കണമെങ്കിൽ മാത്രം. വെറും ബയോപ്സി എടുക്കാൻ ഒരു 2500-3000 രൂപയ്ക്ക് അകത്ത് നിൽക്കും. നന്ദി, നമസ്കാരം.